Hi, welcome to EduGarnet. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡിൻ്റെ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഈ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിലൊന്ന് ചെക്ക് ചെയ്യാം. 300 അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി എന്ന് പറയുന്നത് ഒരു ലീഡിംഗ് പബ്ലിക് സെക്ടർ ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണ്. നോട്ടിഫിക്കേഷൻ്റെ ആദ്യത്തെ പേജിൽ തന്നെ സ്റ്റേറ്റ് വൈസ് കാറ്റഗറി വൈസ് ഉള്ള വേക്കൻസീസിനെ കുറിച്ച് വിശദമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഡേറ്റ് വരുന്നത് February 1 to February 15 ആണ്. February 15 ആണ് ലാസ്റ്റ് ഡേറ്റ് എങ്കിലും എപ്പോഴും പറയുന്ന പോലെ ശ്രദ്ധിക്കുക. February 12 അപ്ലൈ ചെയ്ത് തീർക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാര്യം സൈറ്റ് ബിസിയാവും, പിന്നെ നമുക്ക് ആപ്ലിക്കേഷന് ബുദ്ധിമുട്ട് വരും. സോ 15 ആണ് ലാസ്റ്റ് ഡേറ്റ് എങ്കിൽ പോലും നമ്മൾ 12th ആണെന്ന് ഉറപ്പിച്ചു വെക്കുക. ഇതൊരു അസിസ്റ്റന്റ് പോസ്റ്റ്, അതായത് ഒരു ക്ലറിക്കൽ പോസ്റ്റൊക്കെ ഉള്ളതായതുകൊണ്ട് തന്നെ ഇന്റർവ്യൂ ഒന്നുമില്ല. പ്രിലിംസ് മെയിൻസ് 2 ലെവൽ ഒബ്ജക്റ്റീവ് ഓൺലൈൻ എക്സാം മാത്രമേ ഉള്ളൂ. പ്രിലിംസിന്റെ ഡേറ്റ് അവരിവിടെ കൊടുത്തിട്ടുണ്ട്, March 2 ആണ്. മെയിൻസിൻ്റെ പിന്നീട് ഇൻഫോം ചെയ്തേ ഉള്ളൂ. പ്രിലിംസ് March 2 ആണ്. എലിജിബിലിറ്റി അല്ലെങ്കിൽ യോഗ്യത നോക്കുന്നത് January 1 പ്രകാരമാണ്. ഏജ് വരുന്നത് മിനിമം 21, മാക്സിമം 30 ഇയേഴ്സ്. അത് ജനറൽ കാറ്റഗറിക്കാണ്. മാക്സിമം 30 ഇയേഴ്സ് വരെ എഴുതാൻ പറ്റും. സാധാരണ അറിയില്ല, ബാങ്ക് എക്സാംസിന് 28 ഉള്ളൂ. ഇത് ഇൻഷുറൻസ് ആയതുകൊണ്ട് തന്നെ 30 ഇയേഴ്സ് വരെ പറ്റും. അതിൽ നിന്ന് +3 അളവ് OBCക്ക്, 30+3 OBCക്ക് പറ്റും. +5 SC/STക്ക് പറ്റും. +10 ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി. എക്സ് സർവീസ് മെൻ അവർ പറഞ്ഞിരിക്കുന്നത് മാക്സിമം 45 ആണ്. വിഡോ ഡിവോഴ്സ് വിമനൊക്കെ +5. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുന്നതും ആസ് ഓൺ January 1 ആണ്. എനി ഡിഗ്രി, പെർസെൻറ്റേജും കാര്യങ്ങളൊന്നും പ്രശ്നമല്ല. എനി ഡിഗ്രി അത്രേ ഉള്ളൂ. പിന്നെ അവർ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് SSC, HSC, ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ലെവൽ, ഏതെങ്കിലും ഒരു ലെവലിൽ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണമെന്നാണ്. അത് മിക്കവാറും എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അല്ലേ. പിന്നെ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ്, അതായത് നമ്മൾ ഏത് സ്റ്റേറ്റ് ആണോ ചൂസ് ചെയ്യുന്നത്, നമ്മൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ അടുത്തൊരു ഓപ്ഷൻ ചോദിക്കും, നമുക്ക് വർക്ക് ലൊക്കേഷൻ ഏത് സ്റ്റേറ്റ് ആണ് വേണ്ടത്, എവിടെയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഏത് സ്റ്റേറ്റ് ആണോ ആ സമയത്ത് ചൂസ് ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കേണ്ടത് മസ്റ്റാണ്. ഫോർ എക്സാമ്പിൾ കേരള ആണെങ്കിൽ മലയാളം, കർണാടക ആണെങ്കിൽ കന്നഡ, തമിഴ്നാടു ആണെങ്കിൽ തമിഴ്, അങ്ങനെ നമ്മൾ ഏത് സ്റ്റേറ്റ് ചൂസ് ചെയ്യുന്നു അവിടുത്തെ ആ പെർട്ടിക്കുലർ ലാംഗ്വേജ് റീഡ്, റൈറ്റ്, സ്പീക്ക് ആണ് പറയുന്നത്. അപ്പോൾ സെലക്ഷൻ പ്രൊസീജിയർ ഞാൻ പറഞ്ഞല്ലോ, 2 ലെവൽ ടെസ്റ്റ് ആണ്, പ്രിലിംസ് മെയിൻസ്. ഈ പ്രിലിംസും മെയിൻസും ക്ലിയർ ചെയ്യുന്നവർ സ്വാഭാവികമായും ജോലിക്ക് എലിജിബിൾ ആവുമല്ലോ. ആ സമയത്ത് നമ്മൾ ആദ്യമായിട്ടൊരു ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റും അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അതും കൂടെ ക്ലിയർ ചെയ്യുന്നവരാണ് ആക്ച്വലി ജോബിന് എലിജിബിൾ ആവുന്നത്. അപ്പോൾ മെയിൻസ് ക്ലിയർ ചെയ്യുന്നവർക്ക് അടുത്തതായിട്ട് ഈ റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റിന്റെ അഡ്മിറ്റ് കാർഡ് വരും. ആ അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് പോയിട്ടാണ് നമ്മൾ ആ ലാംഗ്വേജിന്റെ ടെസ്റ്റും കൂടി അറ്റൻഡ് ചെയ്യേണ്ടത്. സോ ഇത്രയേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ ഏത് സ്റ്റേറ്റ് ചൂസ് ചെയ്യുന്നു ആ സ്റ്റേറ്റിലെ ലാംഗ്വേജ് നമുക്ക് അത്യാവശ്യം അറിവുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇനി എക്സാമിന്റെ പ്രൊസീജിയർ, സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, പ്രിലിംസ് മെയിൻസ് 2 ലെവലാണ്. അതിൽ പ്രിലിംസിനകത്ത് വരുന്നത് റീസണിങ്, മാത്സ്, ഇംഗ്ലീഷ് എന്നുള്ള 3 സബ്ജക്ട്സ് ആണ്. 1 hour ആണ് ഡ്യൂറേഷൻ. ഓൺലൈൻ എക്സാം ആണ്. നമ്മൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് എവിടെയാണ് എക്സാം സെൻറ്റർ വേണ്ടതെന്നുള്ളത്. കേരളത്തിൽ ഒട്ടുമിക്ക ഡിസ്ട്രിക്ട്സിലെല്ലാം തന്നെ എക്സാം സെൻറ്റർ അവൈലബിൾ ആണ്. നമുക്ക് ഏത് ഡിസ്ട്രിക്റ്റ് വേണോ ആ ഡിസ്ട്രിക്റ്റ് ചൂസ് ചെയ്ത് നമുക്ക് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. അതിനുശേഷം പരീക്ഷയ്ക്ക് മുൻപായിട്ട് നമുക്ക് ഹോൾ ടിക്കറ്റ് അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ് ലഭിക്കും. ആ അഡ്മിറ്റ് കാർഡിൽ ഉണ്ടാവും നമ്മൾ ചൂസ് ചെയ്ത പെർട്ടിക്കുലർ ഡിസ്ട്രിക്റ്റിൽ എവിടെ വെച്ചാണ്, എപ്പോഴാണ്, എത്ര മണിക്കാണ് നമ്മുടെ പരീക്ഷ എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം അഡ്മിറ്റ് കാർഡിൽ വരും. ആ എക്സാം സെൻറ്ററിൽ പോയിട്ടാണ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള കമ്പ്യൂട്ടർ ഫെസിലിറ്റി ഒക്കെ അവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഒബ്ജക്റ്റീവ് മോഡൽ, ഒരു ക്വസ്റ്റ്യൻ 5 ഓപ്ഷൻ, ശരിയായിട്ടുള്ള ഉത്തരത്തിലോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യണം. കറക്റ്റ് ആണെങ്കിൽ നമുക്ക് 1 മാർക്ക് കിട്ടും. തെറ്റിയാൽ നെഗറ്റീവ് മാർക്സ് ഉണ്ട്. 0.25 മാർക്സ് ആണ് കുറയുന്നത്. നമുക്ക് സോൾവ് ചെയ്യാനുള്ള റഫ് പേപ്പർ ഒക്കെ എക്സാം സെൻറ്ററിൽ പ്രൊവൈഡ് ചെയ്യും. സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്, അതായത് ഇംഗ്ലീഷിൽ നിന്ന് 30 ക്വസ്റ്റ്യൻസ് 20 minutes, മേളിൽ ടൈമർ ഓടുന്നുണ്ടാവും. 20 minutes കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇംഗ്ലീഷ് കട്ടാവും. അടുത്ത റീസണിങ് 35 ക്വസ്റ്റ്യൻസ് കാണും, അനദർ 20 minutes. അടുത്ത 20 minutes കഴിയുമ്പോൾ റീസണിങ്ങും കട്ടാവും. പിന്നെ മാത്സ്, അതും 35 ക്വസ്റ്റ്യൻസ് 20 minutes. അപ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല, ഓട്ടോമാറ്റിക്കലി സബ്ജക്ട്സ് വരും, മുകളിൽ ടൈമർ പോകുന്നുണ്ടാവും. കൃത്യസമയം കഴിയുമ്പോൾ ഓരോ സബ്ജക്റ്റും ഓട്ടോമാറ്റിക്കലി കട്ടാവും. അങ്ങനെ 1 hour ആണ് പ്രിലിംസിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ. ഈ പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നവരാണ് 2ാമത്തെ ലെവൽ, അതായത് മെയിൻസിലേക്ക് പോകുന്നത്. എല്ലാ ഒബ്ജക്റ്റീവ് ആണ്, ഡിസ്ക്രിപ്റ്റീവ് ഒന്നുമില്ല. മെയിൻസിന് വരുമ്പോൾ നമുക്കുള്ളത് ഇംഗ്ലീഷ് ഉണ്ട്, പിന്നെ നമുക്ക് റീസണിങ് ഉണ്ട്, മാത്സ് ഉണ്ട്, കമ്പ്യൂട്ടർ നോളജ് ഉണ്ട്, ജനറൽ അവയർനെസ്, GA നമ്മൾ യൂഷ്വലി ഒരു 6 months പ്രയർ ആയിട്ടുള്ള GA ആണ് നോക്കേണ്ടത്. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ അടങ്ങിയതാണ് മെയിൻസ് വരുന്നത്. മെയിൻസിന് നമുക്ക് വരുന്നത് ഒരു 2 hour ആണ് ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത്, 2 hour. അതുപോലെ തന്നെ നമ്മൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ചോദിക്കാറുണ്ട്. PET, പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ്. അത് SC, ST, OBC, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റിക്കാർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കുട്ടികൾ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, നമ്മളിത് ഓപ്റ്റ് ചെയ്യണോ, ഓപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രയോജനമുണ്ടോ, ഓപ്റ്റ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമുണ്ടോ, ഓപ്റ്റ് ചെയ്തിട്ട് പോയില്ലെങ്കിൽ പ്രശ്നമുണ്ടോ തുടങ്ങിയ ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. എലിജിബിൾ ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും അത് ഓപ്റ്റ് ചെയ്യുക. കാര്യം അത് ഫ്രീ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. മാത്രമല്ല ഓൺലൈനാണ്, എവിടെയും പോയിട്ട് അറ്റൻഡ് ചെയ്യേണ്ട. ഇൻ കേസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മളത് അപ്ലൈ
അപ്ലൈ ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. സോ തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് എന്ന് പറയുന്ന ഓപ്ഷൻ എലിജിബിൾ ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് അറ്റൻഡ് ചെയ്യുകയും ചെയ്യണം. കാര്യം ഇത് ഓൺലൈനാണ്, നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ സൗകര്യാർത്ഥം ഇരുന്ന് നമുക്ക് അറ്റൻഡ് ചെയ്യാം. നമുക്ക് ഫ്രീ മെറ്റീരിയൽസും കാര്യങ്ങളും കിട്ടുന്നതാണല്ലോ. അപ്പോൾ അത് നമ്മൾ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട ഡയറക്റ്റ് ലിങ്ക് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്ലൈ ചെയ്യാൻ നമുക്ക് വേണ്ടത് നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ. ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എങ്ങനെയാണ് എഴുതേണ്ടത് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കാം, അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. പിന്നെ നമ്മുടെ ഒരു ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഫോട്ടോ, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, ഈ 4 കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ പെർട്ടിക്കുലർ സൈസുകളിലാക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. അത് നോട്ടിഫിക്കേഷൻ്റെ പേജ് നമ്പർ 10 മുതൽ അവർ കൊടുത്തിട്ടുണ്ട്. ഓരോന്നും ഏത് സൈസിലാണ് ആക്കേണ്ടത്. പിന്നെ ആപ്ലിക്കേഷൻ ഫീ വരുന്നത് SC/STക്കും അതുപോലെ തന്നെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റിക്കും 100 റുപ്പീസാണ്. ബാക്കി എല്ലാ ആൾക്കാർക്കും 850 റുപ്പീസാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ എക്സാം സെൻറ്റർ വരുന്നത് കേരള ആണെങ്കിൽ ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ ഇത്രയും സ്ഥലങ്ങളിലാണ് പ്രിലിംസിൻ്റെ എക്സാം സെൻറ്റർ. മെയിൻസ് കൊച്ചി മാത്രമാണ്. അത് ഒരു പേജ് നമ്പർ 9 ടേബിളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് പ്രൊബേഷണറി പീരീഡ് വരുന്നത് 6 months ആണ്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. അസിസ്റ്റൻറ്റ് പോസ്റ്റ് അല്ലെങ്കിൽ ക്ലറിക്കൽ പോസ്റ്റിലേക്ക് വരുമ്പോൾ 6 months ആണ് പ്രൊബേഷണറി പീരീഡ് സാധാരണഗതിയിൽ. അതുപോലെ തന്നെ നമുക്ക് എമിലിമെൻറ്റ്സ്, ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ പേജ് നമ്പർ 14 നോക്കിയാൽ അതിനകത്ത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആക്ച്വലി നോട്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിയാനുള്ളത്.